നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രസാദ്. ഒരാൾ പ്രമേയ രോഗിയാകുന്നത് എങ്ങനെ? ഇത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളുടെ ശരീരത്ത് എനർജിക്ക് ഉപയോഗിക്കുന്നത് ഗ്ലൂക്കോസാണ്. നമ്മൾ കഴിക്കുന്ന അരി, കിഴങ്ങ്, ഗോതമ്പ് തുടങ്ങിയ ഭക്ഷണങ്ങളിലൂടെ നമ്മുടെ കുടലിലെത്തുന്ന ഗ്ലൂക്കോസ്, ആ ഗ്ലൂക്കോസ് രക്തത്തിലേക്ക് കടക്കുകയും അത് രക്തത്തിലൂടെ ഒഴുകിച്ചെന്ന് എല്ലാ കോശങ്ങൾക്കും, പ്രത്യേകിച്ച് മസിൽസിലും 75% ഗ്ലൂക്കോസ് മസിൽസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് എനർജിക്ക് എടുക്കുക. 20% ലിവറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അത് മസിൽസിലേക്ക് കൊടുക്കും. പിന്നീട് ഏത് മസിലിലാണോ കൂടുതൽ ഗ്ലൂക്കോസ് ആവശ്യം ആ മസിലിലേക്ക് സപ്ലൈ ചെയ്യാനാണ് ലിവറിൽ സ്റ്റോർ ചെയ്യുന്നത്. ബാക്കി 5% ശരീരത്തിലെ ഓരോ അവയവങ്ങൾ, ഹൃദയം, കിഡ്നി തുടങ്ങിയ അവയവങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും 24 മണിക്കൂർ. എങ്ങനെയാണ് ഒരാൾക്ക് പ്രമേഹം വരുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ, എങ്ങനെയാണ് ഈ ഗ്ലൂക്കോസിൻ്റെ മെറ്റബോളിസം താളം തെറ്റുന്നതെന്നും എങ്ങനെയാണ് ഒരാൾ രോഗിയാകുന്നത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം മനസ്സിൽ വെച്ച് ചിന്തിച്ചാൽ എളുപ്പം മനസ്സിലാവും. നിങ്ങൾക്കിപ്പോൾ 50 വയസ്സുണ്ടെന്ന് വിചാരിക്കുക. 10 കൊല്ലം മുമ്പ് നിങ്ങൾക്ക് പ്രമേയം തുടങ്ങുന്നു, അന്ന് 40 വയസ്സ്. അതിനൊരു 3 മാസം മുമ്പ് നിങ്ങൾ കുറച്ച് ഭക്ഷണം കഴിച്ചു. അതിലൂടെ കുറേ ഗ്ലൂക്കോസ് കുടലിൽ ചെല്ലുന്നു. അതിൽ നിന്നൊരു 100 ഗ്ലൂക്കോസ് രക്തത്തിലേക്ക് കിടക്കുന്നു. കുടലിൻ്റെ ഭിത്തിയിലെ സെൻസർ GIP, GLP-1 തുടങ്ങിയ ഇൻക്രെറ്റിൻ ഹോർമോൺസ് ഉണ്ട്. ആ സെൻസേഴ്സ് ആക്ടിവേറ്റഡ് ആകുന്നു. പാൻക്രിയാസിലേക്ക് മെസ്സേജ് കൊടുക്കുന്നു. ബീറ്റാ കോശങ്ങളുടെ ഉള്ളിൽ നിന്നും പാൻക്രിയാസിൽ നിന്നും 100 ഇൻസുലിൻ രക്തത്തിലേക്ക് ചാടുന്നു. 500 ഗ്ലൂക്കോസ് കയറിൽ 500 ഇൻസുലിൻ ചാടുന്നു. ഈ ഗ്ലൂക്കോസ് രക്തക്കൊള്ളിൽ കൂടി ഒഴുകിപ്പോകുന്നു, കൂടെ ഇൻസുലിനും. എന്താണ് ഇൻസുലിൻ്റെ ജോലി? ചെറിയ രക്തക്കൊല്ലിൽ നിന്നും ഗ്ലൂക്കോസിനെ മസിൽസിൻ്റെയും ലിവറിൻ്റെയും അകത്തേക്ക് കടത്തിവിടലാണ് ഇൻസുലിൻ്റെ ജോലി. നിങ്ങൾക്ക് അധ്വാനവും വ്യായാമം ഇല്ലെങ്കിൽ എന്ത് പറ്റും? മസിൽസിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി 2% മാത്രം. ആ ഗ്ലൂക്കോസ് എനർജി ആയാലേ ബ്ലഡിൽ നിന്നും കൂടുതൽ ഗ്ലൂക്കോസ് മസിലേക്ക് കയറി പോകാൻ പറ്റും. ലിവറിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി 8% ഉണ്ട്. പക്ഷേ ലിവർ ആകെ 1.5 കിലോയേ ഉള്ളൂ. മസിൽസ് 20, 30, 40 കിലോയിലേ ഉണ്ടാവുള്ളൂ. സോ ഈ മസിൽസിലെ ഗ്ലൂക്കോസ് എനർജിക്ക് എടുത്ത് പോയാലേ ലിവറിലെ ഗ്ലൂക്കോസ് മസിൽസിലേക്ക് കൊടുക്കാൻ സാധിക്കും. റൈറ്റ്? ഇവിടെ അധ്വാനവും വ്യായാമം ഇല്ലാതെ വരുന്നതോടുകൂടി എന്ത് പറ്റും? മസിൽസിലെയോ ലിവറിലെയോ ഗ്ലൂക്കോസ് എടുത്തു പോകുന്നില്ല. വളരെ സ്ലോവിൽ ഇത് എടുത്തു പോകുന്നുള്ളൂ. അപ്പോൾ ഇൻസുലിൻ ധാരാളം ബ്ലഡിലുണ്ടെങ്കിലും ആ ഇൻസുലിന് ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തിയ ഗ്ലൂക്കോസിനെ മസിൽസിൻ്റെയോ ലിവറിൻ്റെ അകത്തേക്ക് കടത്തിവിടാൻ പറ്റുന്നില്ല. ഇതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. പതുക്കെ പതുക്കെ രക്തത്തിലെ ഇൻസുലിൻ്റെയും ഗ്ലൂക്കോസിൻ്റെ അളവ് പതുക്കെ കൂടാൻ തുടങ്ങും. ഹൈപ്പർ ഇൻസുലിനീമിയ, ഹൈപ്പർ ഗ്ലൈസീമിയ. പലരുടെയും ധാരണ ഇൻസുലിൻ്റെ കുറവാണ് പ്രമേഹം എന്നാണ്. പ്രമേഹത്തിൻ്റെ തുടക്കത്തിൽ ഹൈപ്പർ ഇൻസുലിനീമിയ, ഇൻസുലിൻ്റെ കൂടുതലാണ്. ബ്ലഡ് ഷുഗർ പതുക്കെ കൂടുന്നു. 100 തൊട്ട് 125 വരെ ഫാസ്റ്റ് ബ്ലഡ് ഷുഗർ എത്തുമ്പോൾ നമ്മളതിനെ പ്രീ ഡയബറ്റിസ് എന്ന് വിളിക്കുന്നത്. സോ പ്രീ ഡയബറ്റിസിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ബ്ലഡ് ഷുഗർ 100 തൊട്ട് 125 വരെ, ഹൈപ്പർ ഇൻസുലിനീമിയ. പക്ഷേ ഈ ഇൻസുലിൻ ആക്ഷൻ ഇല്ലാതെ ബ്ലഡിൽ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് പാൻക്രിയാസിൽ നിന്നും ബ്ലഡിലേക്ക് ചാടുന്ന ഇൻസുലിൻ്റെ അളവ് പതുക്കെ കുറയും. പ്രൊഡക്ഷൻ കുറയുമ്പോൾ അത് റിലീസ് കുറയുമ്പോൾ പതുക്കെ പാൻക്രിയാസിനകത്ത് പ്രൊഡക്ഷൻ കുറയും. റൈറ്റ്? അപ്പോൾ ഇവിടെ നിങ്ങൾ ചിന്തിക്കുക, പാൻക്രിയാസ് കാലക്രമേണ മടി പിടിച്ച് ഒരു ഉറക്കത്തിലേക്ക് പോകുന്നു. സോ ടൈപ്പ് 2 ഡയബറ്റിസിൽ പാൻക്രിയാസ് നശിയുന്നതല്ല. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇൻ ദ മസിൽസ് ആൻഡ് ലിവർ അതൊരു കാരണം. 2 മടി പിടിച്ചുറങ്ങിപ്പോയ പാൻക്രിയാസ്. കൂടാതെ രക്തക്കൊള്ളിൻ്റെ ഭിത്തിയിൽ കൊഴുപ്പടിഞ്ഞ് ദുർമേധസ്സടിഞ്ഞ് മുരിങ്ങാക്കോലിൻ്റെ അവസ്ഥയിൽ കൊഴുപ്പ് നിറയുമ്പോൾ എല്ലാ ഭാഗത്തേക്ക് രക്തോട്ടം കുറയുന്നത് പോലെ പാൻക്രിയാസിലേക്ക് രക്തോട്ടം കുറയുന്നു. ഒരു അകാല വാർദ്ധക്യം ബാധിച്ച പാൻക്രിയാസ്. ഇതൊന്ന് മനസ്സിൽ കാണുക. നിങ്ങൾ ബ്ലഡ് ഷുഗർ കുറയ്ക്കാനുള്ള ഗുളിക കഴിച്ചതുകൊണ്ടോ ഇൻസുലിൻ കുത്തിവെച്ച് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്തതുകൊണ്ടോ ഭാവിയിൽ വരാവുന്ന കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനല്ലേ സാധിക്കൂ? നിങ്ങളുടെ പാൻക്രിയാസ് വീണ്ടും ആക്ടിവേറ്റ് ചെയ്ത് അത് ആക്റ്റീവാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ലാതാക്കാൻ അന്നന്ന് കഴിക്കുന്ന ഭക്ഷണത്തിലെ ഗ്ലൂക്കോസും കൊഴുപ്പും അന്നന്ന് കത്തിച്ച് കാണാനുള്ള വ്യായാമം എല്ലാ മസിൽ കൊണ്ടും ചെയ്താലല്ലേ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ലാതാക്കാൻ പറ്റൂ, കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റൂ. ആ കൂട്ടത്തിൽ മടി പിടിച്ചുറങ്ങിക്കിടക്കുന്ന പാൻക്രിയാസിനെ ഉണർത്തിയെടുക്കാൻ, അതിനെ ഉത്തേജിപ്പിക്കാൻ എന്തു ചെയ്യണം? ഇതാണ് പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. ഇറ്റ്സ് വെരി ഈസി ടു റിവേഴ്സ് ഡയബറ്റിസ്. അതിനെന്ത് വേണമെന്ന് പഠിക്കുക, മനസ്സിലാക്കുക. നിങ്ങളുടെ അടുത്ത തലമുറ, നിങ്ങളുടെ മക്കൾക്ക്, അവർക്ക് പ്രമേഹം വരാതിരിക്കാൻ, ഒരു ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാൻ എന്തു ചെയ്യണം?
നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഇനി അടുത്തത് വരാതിരിക്കാൻ എന്തു ചെയ്യണം? ഈ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടുള്ള ഒരു കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാൻ എന്തു ചെയ്യണം? ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അല്ലാതെ മാസം മാസം ചെക്കപ്പ് നടത്തി ഗുളിക കഴിക്കുന്നതോ ഇൻസുലിൻ കുത്തുന്നതോ കൊല്ലം ഹോൾ ബോഡി ചെക്കപ്പ് നടത്തി കാലും കണ്ണും കിട്ടില്ല കേടായോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കലോ അല്ല. അതല്ല ശരിയായ ചികിത്സ. സർവീസ് സെൻറ്റർ നിങ്ങളുടെ വീട്ടിൽ കേടായ ശരീരങ്ങളെ റിപ്പയർ ചെയ്യുന്ന വർക്ക്ഷോപ്പുകളല്ല നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങളുടെ വീട്ടിൽ സർവീസ് സെൻറ്റർ. അതിന് നിങ്ങൾ പഠിക്കണം. ഹൗ ടു പ്രിവെൻറ്റ് ഡിസീസസ്, ഹൗ ടു പ്രിവെൻറ്റ് ദ കോംപ്ലിക്കേഷൻസ്. റൈറ്റ്.